എനിക്ക് ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞേക്കുവാ. ഈ ബാക്കിൽ ചെറിയതുണ്ടായിരുന്നു. അപ്പൊ ഞാനല്ല അവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്ലു എല്ലാവരെയും തട്ടിപ്പറിച്ചെടുക്കുന്നത്, ഹാപ്പിയുടെയൊക്കെ തട്ടിപ്പറിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ 2-3 ദിവസം കൂടെ ഞാൻ കൊടുക്കാതിരുന്നപ്പോഴത്തേന് ഇയാള് പതുക്കെ അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നത് ചേഞ്ച് ചെയ്യുന്നതും കൂടെ കാണിക്കാം. നമ്മൾ ഫുഡ് കൊടുക്കുന്ന ക്വാണ്ടിറ്റി കുറവാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും വരുന്നതാണ്. വേണ്ട 0 ആണ്. ഇത്ര വെയിറ്റ് കാണിച്ചേക്കുന്നത് 5.5 കിലോ, 5.5 kg. 5.5 kg ആണ്. ഇതിനകത്ത് നമ്മള് ഏകദേശം ചിക്കൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാ വീഡിയോയിലും കാണുന്നതാണ്. ചിക്കൻ കാണുന്നില്ല. ചിക്കൻ നമ്മൾ കലത്തിലിട്ട് വേവിച്ചങ്ങ് പൊടിച്ചങ്ങ് മിക്സ് ആക്കുകയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാ. അപ്പം ഇതിനകത്ത് ഈ ഒരു കാലല്ലേ, അപ്പം നമ്മൾ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേന് ഇത് ഒരു ചിക്കന് 4 പീസായിട്ടാണ് ആക്കുന്നത്. അപ്പം ഒരു ദിവസം നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് 3 നേരമായിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ആ ഒരു ചിക്കൻ എന്ന് പറയുന്നത് 3 നേരമായിട്ട് കൊടുത്ത് തീരും. ആ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷേ ചിക്കൻ എല്ലാ നേരവും ചിക്കൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു നേരം ചിക്കൻ ഇതേപോലെ കൊടുക്കും. പിന്നെ ഒരു നേരം ചിലപ്പോൾ മുട്ടയായിരിക്കും, ഒരു നേരം ചിലപ്പോൾ മീനായിരിക്കും, ചിലപ്പോൾ ഒരു നേരം ഡോഗ് ഫുഡായിരിക്കും. 3 നേരമാണ് എന്തായാലും ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് 5.5 kg ഇല്ലേ ടോട്ടൽ കണ്ടത്. നമുക്ക് എത്ര ഡോഗ്സ് ഉണ്ട്? 6 ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 900 ഗ്രാം ഒരു നേരം കിട്ടുന്നുണ്ട്. 900 ഗ്രാം. ഈ പാത്രത്തിന്റെ വെയിറ്റ് കുറച്ചു 800 ഗ്രാം കൂട്ടിക്കും. 800 ഗ്രാം ഏകദേശം കിട്ടുന്നുണ്ട്. അങ്ങനെ 3 നേരമായിട്ടാണ് പോകുന്നത്. നമ്മൾ ഡോഗ് ഫുഡിന്റെ ഒക്കെ പാക്കറ്റിൽ നോക്കി കഴിഞ്ഞാലേ ഏകദേശം കൊടുക്കേണ്ട ക്വാണ്ടിറ്റി കാണിച്ചേക്കും. ഇത് ഏകദേശം ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ഡോഗ്സിന്. നിങ്ങളുടെ ഡോഗ്സിന് ആക്ടിവിറ്റീസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ചിക്കൻ പതുക്കെ സ്പ്ലിറ്റ് ചെയ്ത്, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചങ്ങ് വാരിയെടുത്തതേ ഉള്ളായിരുന്നു. ഇത് നമ്മൾ പതുക്കെ എല്ലാവരും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഈക്വലാക്കി കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് കല്ലുവിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടിച്ചോണ്ട് വരുന്നു. ഞാൻ കല്ലുവിന് ഏറ്റവും ലാസ്റ്റേ കൊടുക്കത്തുള്ളൂ കേട്ടോ. കല്ലുവിന് ലാസ്റ്റ് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുവിന് ഡയറക്റ്റ് ഇരുന്ന് ഞാൻ ഫീഡ് ചെയ്യുവാണ്. വാരി കൊടുക്കുന്ന ഒരു വടിയില്ലേ, വാരി കൊടുക്കത്തില്ല, പക്ഷെ ഏകദേശം അതുപോലെ തന്നെ വരും. ഓക്കെ, രസം ഉണ്ടാക്കാതെ വന്നേ. എന്നാ ഒരു കടി കടിച്ചു. ചിക്കന്റെ എല്ല് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷേ എങ്കിൽ താണ്ട് ഇതിന്റെ ഈ എഡ്ജില്ലേ, മൂർച്ചയാകാത്ത ഭാഗത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കടിച്ചു കൊടുക്കും. ഇപ്പൊ ആണ്ടാ ചെറിമാമൻ. ഇതിപ്പോ ഞാൻ കൊടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ കൂട്ട് വഴക്കുമല്ലോ ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇത് ടെസയ്ക്ക് കടിച്ചു പൊട്ടിച്ച് കഴിക്കാൻ അറിയാം, അതുകൊണ്ട് ടെസയ്ക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ വലിയ കാലം എന്ന് പറയുമ്പോഴേ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാനൊന്നും കൊടുക്കരുത്. ഇവർ കടിച്ചു പൊട്ടിക്കുമ്പോൾ നല്ലോണം ചവച്ചരച്ച് കഴിക്കാത്ത ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്തുവാണ്? അത് വയറ്റി പോകുമ്പോ ഷാർപ്പായിട്ടുള്ള എഡ്ജ് കാണും. ഇവരങ്ങ് വിഴുങ്ങും. ഇവർക്ക് അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. കണ്ടോണം, ശ്രദ്ധിച്ചോണേ. ഹാപ്പിക്ക് കൊടുക്കാൻ, ടെസയ്ക്ക് കൊടുക്കാൻ, ടെറയ്ക്ക് കൊടുക്കാം. ട്യൂണയ്ക്ക് നമ്മൾ ഈ ഭാഗം മാത്രം വേണമെങ്കിൽ കൊടുക്കാം. ഹാപ്പിക്ക് കിട്ടിയില്ലല്ലോ. എന്നാ വേണ്ട, അവർ കടിച്ചു പൊട്ടിച്ചെടുത്തോളും. വേണ്ട, നമ്മുടെ എല്ലാം കാണുമെങ്കിൽ ഇതേപോലെ അവർ കടിച്ചു പൊട്ടിച്ചിരിക്കും. ഇല്ല കടിക്കും. ഈ ഇത് കണ്ടോ, ഈ ഷാർപ്പ് എഡ്ജ് കണ്ടോ? വിഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത് വയറ്റി പോയി കിടന്നിട്ട് കുടലില് മുറിവുണ്ടാകും. അതുകൊണ്ടിട്ടാണ് ഇത് കൊടുക്കരുതെന്ന് പറയുന്നത്. ആ സമയം ചവച്ചരയ്ക്കുന്ന നമുക്ക് ഉറപ്പുള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊക്കെ ഇത് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ചെറിമാമിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ടെസയ്ക്ക് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അവള് അത് നല്ലോണം ചവച്ചരച്ച് നല്ലോണം കഴിക്കുന്നത്. അതുകൊണ്ടിട്ട് അവൾക്ക് കൊടുക്കാം, ഇവക്കും കൊടുക്കാം. അവള് നല്ലോണം ചവച്ചരച്ചാണ് കഴിക്കുന്നത്. ഓക്കെ, ഇനിയും ചിലപ്പോൾ ക്വാണ്ടിറ്റിയിലകത്ത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളതൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി കൊടുത്ത ഫുഡില്ലേ, അതിനകത്ത് ആർക്കെങ്കിലും ഇതിനകത്ത് കൂടുതൽ കിട്ടി എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ പതുക്കെ നമ്മൾ ഒന്ന് സൈഡ് ആക്കാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ വട്ടവും 3 നേരവും 2 ദിവസം അടുപ്പിച്ചൊക്കെ കൊടുക്കുന്ന കാണിച്ചാൽ മാത്രമേ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ടോട്ടലായിട്ട് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ടെസയ്ക്ക് നമ്മൾ കൂടുതൽ ഇച്ചിരി ഇട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആളിന് ഇച്ചിരി ക്ഷീണം ഉണ്ടല്ലോ, പ്രസവമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമല്ലോ, അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇതേപോലുള്ള ഈ ഒരു നെക്കിന്റെ ഭാഗമൊക്കെ ഇല്ലേ, നെക്കിന്റെ ഭാഗം അല്ല ഇത്, നെക്കിന്റെ ഭാഗത്തിലെ എല്ല് പോലുള്ള എല്ല്, സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ഷാർപ്പ് എഡ്ജ് ഇല്ലാത്തത്, അത് വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. വേവിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കാരണം അതെങ്ങും കൊണ്ട് കയറത്തില്ല. വേണ്ട, ഇതൊരു ഷാർപ്പായിട്ട് എഡ്ജ് ആകാത്ത ഒരു പീസാണ്, ഇത് ഇവർക്ക് കൊടുക്കാം. ഓക്കെ, കാത്തുവിന് എല്ല് ഡയറക്റ്റ് ഫീഡ് ചെയ്ത് തുടങ്ങിയില്ല, അവൾ പക്ഷെ കഴിക്കും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് പലതാക്കി. നിങ്ങൾ ചിലര് ഒരു ദിവസമേ ഡോഗിന് ഫീഡ് ചെയ്യത്തുള്ളൂ, ചിലർ 2 നേരം ഫീഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ 3 നേരം ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഒരു ദിവസത്തെ ടോട്ടൽ ഫുഡ് മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ ഇപ്പോൾ കാട്ടിലെ മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം ചിലപ്പോൾ ഫുഡ് കിട്ടത്തുള്ളതായിരിക്കും, അപ്പോൾ അന്നേരം കൂടുതൽ കഴിക്കും. നമ്മൾ കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഈക്വലായിട്ട് അങ്ങ് വീതിക്കുവാണ്. ഓക്കെ, എല്ലാത്തിലോട്ടും ഒരേപോലെ ഇട്ടു. ഇപ്പം ഇവിടെ കല്ല് കയറി ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. കല്ലു അസ്വസ്ഥയാണ്, അത്രേ ഉള്ളൂ. ഏകദേശം സെറ്റായിട്ട് തീർന്നിട്ടുണ്ട്. ഈ ചെറിയ 2 പാത്രത്തിലാണ് നമ്മൾ കല്ലൂനും ആർക്കാണ് കാത്തൂനും കൂടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്തോ കഴിഞ്ഞോട്ടെ മേളി. അല്ലെങ്കിൽ ആ ചിക്കൻ മാത്രം ടെസയും ഹാപ്പിയും ചിക്കൻ മാത്രം കഴിച്ചിട്ട് അവരങ്ങ് പോകും. അപ്പൊ ആ ഫുഡ് ബാക്കിയുള്ളവർ അടിക്കും. ഇതെല്ലുണ്ട്, വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചവച്ച് തിന്നുന്നവർക്ക് കൊടുക്കും. അതേപോലെ കുഴയ്ക്കുമ്പോഴേ എല്ല് കിട്ടാന്നുണ്ട്. ഇനി ചിലപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, നമ്മൾ എല്ലാ ദിവസവും കാണിക്കുമ്പോഴേ ഈ ചോറും ചിക്കനും കൂടെ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. വേറെ ഡോഗ് ഫുഡ് ഒന്നും കൊടുക്കുന്നില്ലയോ, മുട്ട ഒന്നും കൊടുക്കുന്നില്ലയോ, ഫിഷ് ഒന്നും കൊടുക്കുന്നില്ലയോ എന്നൊക്കെ തോന്നും. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ നമ്മൾ മിക്കവാറും ചോറും ചിക്കനും കൂടെ ആയിരിക്കും കൊടുക്കുന്നത്. അടുത്ത നേരം വേറൊരു ഫുഡായിരിക്കും. ഉച്ചയ്ക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും വെയിൽ കാണും, വീഡിയോ എടുക്കാനായിട്ട് ആൾ കാണത്തില്ല, അങ്ങനെ പ്രോബ്ലം ഉണ്ട്. നൈറ്റിലാകുമ്പോഴത്തേന് ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. ഇനി ഞാനിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരിത് എടുത്തോണ്ട് പോകുമോ? കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് എടുത്തോണ്ട് പോയായിരുന്നു അല്ലേ, നമ്മൾ ഫ്രീ പറഞ്ഞപ്പോഴത്തേന് എടുത്തോണ്ട് പോയില്ല. ഇതിനകത്ത് ഞാനിപ്പോൾ ടെസയ്ക്ക് എക്സ്ട്രാ ഇട്ടിട്ടില്ല, ഏകദേശം ഈക്വലായിട്ട് ചിക്കനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. എന്നാലും ചിക്കൻ കൂടുതലുണ്ടെന്ന് തോന്നിയേക്കുന്ന 2 എണ്ണം നമ്മൾ ഹാപ്പിക്കും ടെസയ്ക്കും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. കാരണം അവരാണ് ഏറ്റവും ലാസ്റ്റ് കഴിച്ചു തീരുന്നതും പകുതി വെച്ചിട്ട് പോകുന്നതും. അതുകൊണ്ടിട്ട് അവർക്ക് ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, അവരെ കഴിച്ചു തുടങ്ങി. ഇനി അടുത്ത ടീംസ് എന്ന് പറയുന്നത് ട്യൂണയും ടെറിയുമാണ്. ഇതിനകത്ത് ടെറിയൊക്കെ പക്കാ ഡീസന്റ് മനുഷ്യനാണ് കേട്ടോ. ടെറിക്ക് കൊടുത്തു. ട്യൂണ എന്ത് സെറ്റ് ഇങ്ങനെ തല ഇതിനകത്തോട്ട് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല. വെയിറ്റ്, ഞാൻ വെച്ച് മാറിയതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. ഓക്കെ ട്യൂണ, ഓക്കെ കണ്ട. ഇനി അടുത്തതാണ്. അടുത്തത് ഞാൻ കാത്തൂനം കൊടുക്കുവാണ്, കല്ലുവിന് പിന്നെ കൊടുക്കാം. കാരണം കല്ലുവിനെ ഞാൻ ഇച്ചിരി ഒന്ന് മയപ്പെടുത്തുവാണ്. കല്ലു പതുക്കെ എല്ലാവരെയും തട്ടിപ്പറിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം തുടങ്ങി. എനിക്ക് വയ്യാത്ത കൊണ്ടിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വേറെ നിനക്കല്ല കാത്തു, പക്ഷേ വായും തുപ്പല് വീണോണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ നന്മമരമല്ലാത്തത് കൊണ്ടും. ഇതിനകത്ത് അടുത്തത് കല്ലുവിന് കൊടുക്കുവാണ്. കല്ലു അങ്ങനെ പല ആക്ഷൻസും കാണിക്കും. നമുക്ക് ഈ സൈഡിൽ ഓക്കെ വെയിറ്റ്. കല്ലു പതുക്കെ കഴിച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു വിരൽ ഇതിനകത്ത് കുത്തി നിർത്തിയേക്കുവാണ്. ആ ഗ്യാപ്പ് ഇരുന്ന് കഴിച്ചാൽ മതി കല്ലു. വിഴുങ്ങണ്ട. ഇതിനകത്ത് എന്റെ കൈ കടിച്ചോണ്ട് പോകുവോ? ഇല്ല, പോകരുത്. കഴിഞ്ഞാ പോയി. ഇത് കണ്ട മര്യാദയ്ക്ക് കഴിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലോ ഫീഡർ യൂസ് ചെയ്യാം. പക്ഷേ ഫിസിക്കലി അവൾ കഴിഞ്ഞ ദിവസം ഒന്ന് ജയിച്ച് ഇതായത് കൊണ്ടിട്ട് നമുക്ക് ഫിസിക്കലി കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. വെയിറ്റ്. ഓക്കെ, എന്നാ കൈ കണ്ടല്ലോ. സ്ലോയിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. എന്നും വെച്ചിട്ട് നിങ്ങളുടെ ട്രെയിൻഡ് അല്ലാത്ത ഡോഗിന്റെ പാത്രത്തിനകത്ത് കൊണ്ട് കൈയിട്ട് കൈ പോയേ ചിക്കൻ എക്സ്ട്രാ ചിക്കൻ കഴിക്കാൻ പോയെന്നൊന്നും പറയരുത്. ഇത് കണ്ട ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ ഈ കഴിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുറെ കേട്ടില്ലേ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് നമ്മുടെ കാരണവന്മാരൊക്കെ പറയത്തില്ലേ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇറങ്ങി പോകുന്നതും നമ്മുടെ ലങ്സിലോട്ടുള്ള ട്രാക്കും ഏകദേശം സെയിം ആണ്. ഇതിനിടയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ഓപ്പൺ ആയിട്ട് ലങ്സിലോട്ട് ഫുഡ് പോകും. ഡോഗിനുണ്ടാകുന്ന 2 പ്രോബ്ലംസ് ഫാസ്റ്റ് ഫീഡിങ് കാരണമാണ്. ഒന്നെന്ന് പറയുന്നത് അതിനുണ്ടാകുന്ന ബ്ലോട്ടിംഗ് ആണ്, വയർ വീർത്ത് വരുന്ന മരിച്ചു പോകുന്ന പ്രശ്നമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ന്യൂമോണിയയാണ്. ഇപ്പൊ ഇങ്ങനെ ഈ കുരയ്ക്കത്തില്ലയോ, കുരയ്ക്കുമ്പോൾ
ഫുഡ് എന്ന് പറയുന്നത് ലങ്സിലോട്ടും കയറും. ഈ കഴിച്ചുകൊണ്ടിരിക്കുകയും കുരയ്ക്കുകയും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാക്ക് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് ലങ്സിലോട്ട് കയറും. ലങ്സിലോട്ട് കയറി കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്റ്റഡ് ആയിട്ട് ഈ കനൈൻ ന്യൂമോണിയ എന്ന് പറയുന്നത്, ന്യൂമോണിയ ഡോഗ്സിന് ഉണ്ടാകാറുള്ള ഒരു വിഷയമാണ്. ഈ വായിന്ന് എക്സസ് സലൈവേഷൻ, ചുമ, അതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന അതിന്റെ ഒരു ലക്ഷണമാണ്. ഡോഗ്സിന് കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ്. ബ്ലോട്ടിങ് പക്ഷേ റയർ ആണ്. അതിനുള്ള പക്കാ റീസൺസ് ഒന്നും പറഞ്ഞൂടാ. ഇത് ഏകദേശം ഈ ഒരു കാരണം കൊണ്ടിട്ട് ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പൊ കഴിച്ചിട്ടോ കല്ലു അടുത്ത പാത്രത്തിലോട്ട് പോയി. ഡേ കല്ലു സ്റ്റോപ്പ്, നമ്മൾ പറഞ്ഞ നിർത്തും. ബാക്ക് ഓ സെറ്റ്. കറക്റ്റ് ആയിട്ട് എല്ലാം ഒബേ ചെയ്യുന്നുണ്ട്. ഫ്രീ വല്ലതും എടുത്ത് കഴിക്കുക. കണ്ട അവള് ഡേ കേട്ടോ മാറി ഇവക്കാ കൊടുത്തത് കേട്ടോ. അവൾ ആ കുറച്ചത് കൊണ്ടിട്ട് ഞാൻ അവക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ആക്കടുത്ത് കൊടുത്തു. അതായത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരയ്ക്കണ്ട എന്നുള്ള മെസ്സേജാണ് അതിനകത്തൂടെ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? നമ്മള് ആ ഒരു കുരയ്ക്കുമ്പോൾ ഫുഡ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവൾ റിപ്പീറ്റ് ചെയ്യും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കുരയ്ക്കും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അവരുടെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിപ്പോ ഞാൻ ഇച്ചിരി ഒന്ന് പരിക്കലായി പോയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫ്രീ പറഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു, അത്രേ ഉള്ളൂ. ഇന്നും വെച്ചിട്ട് അവളുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ഒന്നും മാറിപ്പോത്തില്ല. എന്നാലും ഡോഗിന് നമ്മളൊരു പുതിയ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിലോട്ട് പെട്ടെന്ന് സ്വിച്ച് ആവും. അപ്പോൾ വലിയൊരു അലമ്പനായിട്ടുള്ള ഡോഗിനെ അനുസരണക്കാരനാക്കുന്നത് എളുപ്പമാണ്, അതേപോലെ തന്നെ തിരിച്ചു മോശമാക്കുന്നതും എളുപ്പമാണ്. ഓക്കെ, ഹാപ്പിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് എല്ലാവരും കഴിച്ചില്ലായിരുന്നോ? ആരുടെ ബാക്കി വെച്ചിട്ട് പോയതാ ഇത്? ഓക്കെ, ആരോ ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കല്ലുവിനെ കഴിപ്പിക്കാനായിട്ട് പോയില്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ ഏകദേശം ഇത്രയും ഫുഡാണ് ഇവർക്ക് കൊടുത്തതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും മാക്സിമം വെയിറ്റ് ഉള്ളത് ടൂണയ്ക്കും ടെറിക്കും കല്ലുവിനുമായിരിക്കും. അവർക്കുള്ളതെന്ന് പറയുന്നത് എത്ര 35 to 45 കിലോയുടെ ഇടയ്ക്കേ കാണത്തുള്ളൂ. എനിക്ക് 70 കിലോ ഉണ്ട്. 70 കിലോ ഉള്ള ഒരു മനുഷ്യൻ, 3 നേരം കഴിക്കുന്ന ഒരു മനുഷ്യൻ എത്രയും ഫുഡ് കഴിക്കുമെന്ന് ആലോചിക്കുക. ഏകദേശം ഒരു പാത്രത്തിന്റെ അളവ് നമുക്കറിയാമല്ലോ. അതിൽ കൂടുതൽ ഫുഡാണ് ഈ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ ഒരു നേരം ഇത്രയും വെച്ചങ്ങ് കൊടുക്കും ഡോഗിന്. അധികം വരുന്ന എല്ലാം കൊടുത്തങ്ങ് കൊടുക്കും. അങ്ങനെയൊന്നുമല്ല കൊടുക്കേണ്ടത്. അതിന് 45 കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡോഗിന് എത്രയാണോ വെയിറ്റ്, നമ്മുടെ വെയിറ്റും അറിയാമല്ലോ, ഏകദേശം കമ്പയർ ചെയ്ത് നമുക്ക് എത്ര വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ഏകദേശം അതുമായിട്ട് കമ്പയർ ചെയ്തൊരു ക്വാണ്ടിറ്റി തന്നെ ഡോഗിന് കൊടുക്കുക. ആക്ടിവിറ്റീസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഫുഡ് അതിനെക്കാട്ടി കുറച്ച് മതി. പ്രോട്ടീൻ എല്ലാ ദിവസവും എങ്ങനെയായാലും ഉണ്ടായിരിക്കണം. ഇപ്പം ചിക്കൻ കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ഈ ചിക്കൻ കൊടുത്തതുപോലെ മീന്, മുട്ട ഇതെല്ലാം കൂടെ കൊടുക്കുക. ഡോഗ് ഫുഡ് ഇടയ്ക്ക് കൊടുക്കുക. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോവുക. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇറങ്ങിയിരിക്കണം. അപ്പൊ കഴുത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടിട്ട് ഇനി ഞാൻ നേരെ റെസ്റ്റിലോട്ട് പോകത്തതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.